വെൽക്കം ടു PSC Learn Plus. ഇന്ന് നമ്മൾ നോക്കുന്നത് രണ്ടാമത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. 25 കിലോഗ്രാമിൻ്റെ എത്ര ശതമാനമാണ് 3.5 കിലോഗ്രാം? 14%, 10%, 28%, 0.1%. അപ്പോൾ ഇതിലെങ്ങനെ ചെയ്യേണ്ടത് വെച്ചാൽ 25 കിലോഗ്രാമിൻ്റെ എത്ര ശതമാനം? അപ്പോൾ ശതമാനം പറയുക എപ്പോഴും 100-ലാണ് അല്ലേ? ശതമാനം 100-ലാണ് പറയുക. എത്ര ശതമാനം എത്രയാണെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ എന്താ അതിനെ എക്സ് എന്ന് വിളിച്ചു. അപ്പോൾ x/100 എന്തിൻ്റെ x/100? 25ൻ്റെ എത്ര ശതമാനമാണ് 3.5 എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ക്ലിയർ ആയോ? ഈ ഇക്വേഷൻ എഴുതിയത് മനസ്സിലായല്ലോ? അപ്പോൾ ശതമാനം പറയാൻ 100-ലാണ്. എത്ര ശതമാനമാണ് കണ്ടുപിടിക്കേണ്ടത്. അതറിയാത്തതുകൊണ്ട് നമ്മൾ എക്സ് എന്ന് വിളിച്ചു. എന്തിൻ്റെ ശതമാനമാണ് കണ്ടുപിടിക്കേണ്ടത്? 25 കിലോഗ്രാമിൻ്റെ. അപ്പോൾ 25 × x/100 = 3.5 എന്ന് എഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഈ പോയിന്റ് കണ്ടിട്ടൊന്നും ആരും പേടിക്കേണ്ട. ഈ പോയിന്റിനെ നമ്മൾ മാറ്റും. 3.5 എന്നുള്ളതിനെ ഞാൻ 35 എന്ന് എഴുതി. 35 ഈ ഒരു നമ്പർ കഴിഞ്ഞിട്ടാണല്ലോ പോയിന്റ് ഇട്ടത്. അപ്പോൾ ഒരു 0 വരുന്ന 10 എഴുതാം. ഓക്കെ, 3.5-നെ ഭിന്നസംഖ്യ രൂപത്തിൽ 35/10 എന്ന് എഴുതി. ഇനി ഇവിടുന്ന് എക്സ് കാണാൻ എളുപ്പമാണ്. എന്താണ്? എക്സിനെ അവിടെ വയ്ക്കുക. എക്സിനാണ് കണ്ടുപിടിക്കേണ്ടത്. എന്നിട്ട് ബാക്കിയുള്ളതിനൊക്കെ അപ്പുറത്തേക്ക് സമത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവുക. അപ്പോൾ എന്ത് വരും? 35/10. ഇത് ഓൾറെഡി ഇവിടെ കിടക്കുന്നുണ്ട്. ഓക്കെ, 35/10 ഇൻറ്റു ഇവിടെ /100 ഡിവൈഡഡ് ബൈ 100. അപ്പോൾ 100-നെ സമത്തിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താവും? മുകളിലേക്ക് ഇൻറ്റു 100 ആവും. ഇനി ഇവിടെ മുകളിലുള്ള 25 ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അടിയിലേക്ക് പോകും. 100/25 എന്നും. ഇവിടെ 25/100 എന്നുള്ളത് സമത്തിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ തല തിരിച്ചിടാം. 100/25 ഇതാ. ഇനി ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്ത് ചെറുതാക്കിയാൽ നമ്മുടെ ആൻസർ കിട്ടും. ഓക്കെ, ഈ 10-ൽ ഒരു 0 ഉണ്ട്, 100-ൽ ഒരു 0 ഉണ്ട്. ഈ ഇവിടുത്തെ ഒരു 0 ഇവിടുത്തെ ഒരു 0 ക്യാൻസൽ ചെയ്യാം. ഇനി നമുക്ക് നോക്കാം. 25, 35 കട്ട് ചെയ്തുകൂടെ? 25, 35 5-ൻ്റെ ടേബിളിൽ ഈസി ആയിട്ട് പോകുക അല്ലേ? അപ്പോൾ 25 5-ൻ്റെ ടേബിളിൽ 5 പ്രാവശ്യം. അപ്പോൾ 25 കട്ട് ചെയ്തിട്ട് 5 എഴുതി. 35 എത്ര പ്രാവശ്യം പോകും? 7 പ്രാവശ്യം. 7 5 35. അപ്പോൾ 35 കട്ട് ചെയ്തിട്ട് 7 എന്ന് എഴുതി. അപ്പോൾ 7ഉം 5ഉം ബാക്കിയുണ്ട്. 5ഉം 10 നമുക്ക് കട്ട് ചെയ്തുകൂടെ? 5-ൽ 5 ഒരു പ്രാവശ്യം, 10-ൽ 5 2 പ്രാവശ്യം. ഓക്കെ, അപ്പോൾ താഴെ 2ഉം 1 ആയ സ്ഥിതിക്ക് നമുക്ക് മുകളിലുള്ള 2 നമ്പർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതാം. അതായത് 7 × 2 7 × 2 എത്രയാണ്? 14. അപ്പോൾ എത്ര ശതമാനമാണ്? ഓപ്ഷൻ എ 14%. ഓക്കെ, ഇപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.